ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം വാറിന് പോകാൻ പാടില്ല. ഇറാനും ഇസ്രായേലും ഒക്കെ നടത്തുന്നത് അവർ നടത്തിക്കോട്ടെ, പക്ഷെ ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത്ര ആൾക്കാർ, ഇത്രയും ജനതയെ ഈ ബോർഡർ മുഴുവൻ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഏകദേശം 15ഓളം എയർപോർട്ടാണ് ഉള്ളത്. 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എയർപോർട്ട് മുഴുവനും നിൽക്കുന്നു. എത്ര ആൾക്കാരെ ബോർഡറിൽ അവിടുത്തെ ഷെല്ലിങ് വന്ന് മരിച്ചു പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ പോയിട്ടില്ലേ ഇന്ത്യ, മറ്റേ ജമ്മുവിൻ്റെയും പഞ്ചാബിൻ്റെയൊക്കെ ബോർഡർ പോയിട്ടില്ലേ? അവിടുന്ന് ഈ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ കന്നുകാലികളെ കെട്ടിയാൽ ബോർഡർ താമസിക്കുന്നത് അവനെങ്ങനെ കഴിയാൻ പറ്റുന്നത്? നിങ്ങൾ 71 വാറിൻ്റെയൊക്കെ കഥയാന്ന്. പക്ഷെ ഇന്നത്തെ വാറിൻ്റെ സിസ്റ്റം, വാറിൻ്റെ ഫോർമാറ്റൊക്കെ മാറി. ഇതാദ്യം മനസ്സിലാക്ക്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഹമാസ് എന്ന് പറഞ്ഞ ഒരു ടെറർ ഓർഗനൈസേഷൻ രാജ്യമാണ്. അത് പ്രൊഫഷണൽ ആർമിയുള്ള രാജ്യമാണ്. മോദി പറയുന്ന പോലെ അവിടെ കൊണ്ടിപ്പം ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ കയറി അടിക്കും. ഈ ക്രാപ്പ് ഇത് വാചകം അടിക്കാൻ കൊള്ളാം. ബാലാക്കോട്ടുണ്ടായ സംഭവം എനിക്കറിയാവുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാണ് നഷ്ടമുണ്ടായത്. പക്ഷെ അടിച്ചുണ്ടാക്കിയ കഥ എന്തുവാ? കഥ നമ്മൾ നമുക്ക് ചൈനയെടുത്ത് അടിക്കാൻ പോകണം. ചൈന ഉണ്ടായ സംഭവം നമ്മുടെ എത്ര സൈനികർ പോയെന്ന് നമുക്കറിയാം, നമ്മുടെ സ്ഥലം എത്ര പോയെന്ന് അറിയാം.